ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയൊരു ആരാധനാ ചിന്തയിലേക്ക് നിങ്ങളേവരെയും ക്ഷണിക്കുന്നു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കാം. പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശെ എന്ന് പേരിട്ടു. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശെ എന്ന് പേരിട്ടു. കർത്തൃനാമം മഹിമപ്പെടുമാറാകട്ടെ. നമുക്ക് ഏറെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് വായിച്ചത്. മോശയുടെ ജനനത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ മോശെ എന്ന പേര് ആ കുട്ടിക്ക് കൊടുക്കാനുണ്ടായ കാരണം ആണ് ഈ വേദഭാഗം വായിക്കുന്നതിന് എന്നെ ചിന്തിപ്പിച്ചത്. എന്താണ് കാരണം? അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണമായിട്ട് ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ വെള്ളം ന്യായവിധിയെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഉദാഹരണത്തിന് പല ഉദാഹരണങ്ങളുണ്ട്. നോഹയുടെ കാലത്തെ വെള്ളം എന്തായിരുന്നു? നോഹയുടെ കാലത്തെ വെള്ളം കാണിക്കുന്നത്, നോഹയുടെ ഭാര്യ, 3 ആൺമക്കൾ, അവരുടെ ഭാര്യമാർ, അങ്ങനെ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ, പത്രോസിന്റെ ഭാഷയാണ്. അവർ പെട്ടകത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം വെള്ളത്തിൽ മുങ്ങിച്ചത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് എത്ര കോടി വരുമെന്ന് നമുക്കാർക്കും അറിയില്ല. എന്തായാലും അവരെല്ലാം വെള്ളത്തിൽ മുങ്ങിച്ചത്തതായിട്ട് നാം കാണുന്നു. ഞാൻ ഒരു വാക്ക് പറയട്ടെ. ഇവിടെ വാസ്തവത്തിൽ മോശയും മുങ്ങിച്ചാകേണ്ടതായിരുന്നു, അല്ലേ? അല്ലെങ്കിൽ വേണ്ട, ഫറവോൻ 2 വയസ്സും അതിൽ താഴെയുമുള്ള കുട്ടികളെ ആറ്റിലെറിഞ്ഞ് കൊല്ലാനായിട്ട് പറഞ്ഞപ്പോൾ മോശയെയും ആറ്റിലെറിയേണ്ടതായിരുന്നു, അല്ലേ? എന്തു പറയുന്നു, അല്ലേ? 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം നോക്കി. പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. നോക്കുക, അപ്പോൾ ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണമെന്നുള്ള കൽപ്പന അന്ന് ഉണ്ടായി. ആ കൽപ്പന ഉള്ളപ്പോഴാണ് മോശ ജനിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ സമയത്ത് ഇൻസിഡന്റലി എന്ന് പറയുമല്ലോ, ആ സമയത്ത് മോശയെയും നദിയിലിട്ട് കൊല്ലേണ്ടതായിരുന്നു, അല്ലേ? ഫറവോന്റെ പുത്രി മോശയുടെ പെങ്ങളായിരുന്ന മിരിയാമിനെ അയച്ചു. ആ പെട്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഒരു ഞാങ്ങണപ്പെട്ടി കണ്ടു, ആ പെട്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. തുറന്നു നോക്കാൻ പറഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ ഒരു എബ്രായ കുഞ്ഞ് കരയുന്നു, അല്ലേ? അവളെ എടുക്കാൻ പറഞ്ഞു. അവനെ എടുക്കാൻ പറഞ്ഞു. അവനെ വാസ്തവത്തിൽ എടുത്ത് ഫറവോന്റെ മകളുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവൾ എന്ത് ചെയ്യണമായിരുന്നു? അവളുടെ അപ്പൻ പറഞ്ഞ നിലയ്ക്കാണെങ്കിൽ ആ കുട്ടിയെ വലിച്ച് നൈൽ നദിയിലേക്ക് എറിയണമായിരുന്നു, വലിച്ചെറിയണം. എന്നാൽ അവൾ എറിഞ്ഞില്ല. അവൾ എന്ത് ചെയ്തു? ഈ കുട്ടിയെ നമുക്ക് വളർത്തണം, ഈ കുട്ടി നല്ല കുട്ടിയാണ്, നല്ല ശോഭയുള്ള ഒരു കുട്ടിയാണ്, ഈ കുട്ടിയെ നമുക്ക് വളർത്തണം. അതിന് ഈ കുട്ടിയുടെ മാതാവിനെ വിളിച്ചുകൊണ്ടുവരണം. കുഞ്ഞിന് വില കൊടുത്ത് വളർത്തണമല്ലോ, മാതാവിനെ വിളിച്ചുകൊണ്ടുവരണം. ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ട് അങ്ങനെ അവൾ മാതാവിനെ വിളിച്ചുകൊണ്ട് വന്നു. ആ മാതാവിന്റെ കയ്യിൽ ഈ കുട്ടിയെ ഭരമേൽപ്പിച്ചു. ആ മാതാവ് ഈ കുഞ്ഞിനെ വളർത്തി. ഞാൻ പറയാൻ വന്നത്, അപ്പോൾ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ പോലെ തന്നെ മോശ എന്ത് ചെയ്യണമായിരുന്നു? നദിയിലേക്ക് എറിയപ്പെടണമായിരുന്നു. എന്നാൽ മോശയെ നദിയിലേക്ക് എറിഞ്ഞില്ല എന്ന് നാം കാണും. അതുകൊണ്ടാണ് മോശ എന്ന പേര് അവനിട്ടത്. അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവനെ മോശെ എന്ന പേരിട്ടു. ഇന്ന് രാവിലെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നിങ്ങളും ഞാനും വലിയ വെള്ളത്തിലേക്ക് എറിയപ്പെടേണ്ടവരാണ്. നിത്യമാം നരകത്തിന് യോഗ്യനായ എന്നെയും സ്വന്തം പുത്രനാക്കി തീർത്തത് എന്തൊരത്ഭുതം എന്ന് ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്.
നിത്യമാം നരകത്തിനു യോഗ്യനാമെന്നെ സ്വന്ത പുത്രനാക്കി തീർത്തതെന്തൊരത്ഭുതം. നിത്യമാം നരകത്തിനു യോഗ്യനാമെന്നെ സ്വന്ത പുത്രനാക്കി തീർത്തതെന്തൊരത്ഭുതം. നന്ദിയാലെൻ മനം നിറയുന്നേ, നന്ദിയാലെൻ മനം നിറയുന്നേ. പാടും ഞാൻ എന്നേശുവിന്റെ സ്നേഹത്തെ, കീർത്തിക്കും തന്നാമത്തെ സന്തോഷമായി. പാടും ഞാൻ എന്നേശുവിന്റെ സ്നേഹത്തെ, കീർത്തിക്കും തന്നാമത്തെ സന്തോഷമായി. നിത്യമാം നരകത്തിന് ഞാൻ യോഗ്യനായിരുന്നു. ആ ന്യായവിധിയുടെ കീഴിലായിരുന്നു ഞാൻ. ആ ന്യായവിധിയുടെ വെള്ളത്തിന് കീഴിലായിരുന്നു ഞാൻ. ആ വെള്ളത്തിലേക്ക് എറിയപ്പെടേണ്ടവനായിരുന്നു ഞാൻ. എന്നാൽ എന്നെ എറിഞ്ഞില്ലെന്ന് മാത്രമല്ല, എന്നെ സ്വന്തം പുത്രനാക്കി തീർത്തു. ഇന്ന് രാവിലെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നമ്മുടെ സ്ഥിതിക്ക് എന്തൊരു വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. നരകാവകാശിയായിരുന്ന ഞാൻ ഇന്ന് സ്വർഗാവകാശിയായിരിക്കുന്നു. സ്വർഗാവകാശിയായിരിക്കുന്നത് മാത്രമാണോ, സ്വന്തം പുത്രനാക്കി, ദൈവത്തിന്റെ മകനാക്കി, മകളാക്കി നമ്മെ തീർത്തു. ആ വലിയ ദയയെ, ആ കരുണയെ, ആ സ്നേഹത്തെ, ആ മനസ്സലിവിനെ, ആ താഴ്മയെ, ആ കൃപയെ നമുക്കിന്ന് രാവിലെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തിരുനാമത്തെ നമുക്ക് സ്തുതിക്കാം. അവന് ഹല്ലേലൂയ പാടാം. അവന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല ചിന്തയ്ക്കായിട്ട് സ്തോത്രം. മോശയുടെ സ്ഥാനത്ത് ഞങ്ങൾ ഓരോരുത്തരും ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾ ചിന്തിച്ചു. വലിയ ന്യായവിധിയുടെ ആ വെള്ളത്തിന്റെ എരച്ചിൽ ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ആ വെള്ളം ഞങ്ങളെ വിഴുങ്ങിക്കളയേണ്ടതായിരുന്നു. മോശയെ ആ വെള്ളം വിഴുങ്ങിക്കളയാമായിരുന്നു. എന്നാൽ ആ വിഴുങ്ങിക്കളഞ്ഞില്ലെന്ന് മാത്രമല്ല, അവനെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് അവനെ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന സ്ഥാനം നൽകി അവനെ ആദരിച്ചതായിട്ട് ഞങ്ങൾ കാണും. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെയും ന്യായവിധിയിലേക്ക് എറിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകി ഞങ്ങളെ മാനിച്ചതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും തൃപ്പാദത്തിൽ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.